السلام عليكم ورحمة الله تعالى وبركاته. കുത്തുബ് 69. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. പ്രിയപ്പെട്ടവരെ, മീറിന്റെ കൗലാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. കൗലുഹു ഫഇല്ലൻ യസ്ലുഹു ലിഅൻ യുഖ്ബറ ബിഹി വഅദഹു ഫഹുവ അദാത്ത്. ഷാരിന്റെ കലാമാണ്. അതായത് ഒറ്റക്ക് ഖബർ അറിയിക്കപ്പെടാൻ ഒറ്റക്ക് ഖബർ അറിയിക്കപ്പെടാൻ പറ്റാത്ത ഒരു ലഫ്ള് അത് അദാത്താണ്. ഇതാണല്ല വിഷയം. എന്നാൽ അഖൂലു, ഞാൻ പറയുന്നു, യുഷ്കലു ആദ, ഇവിടെ ഒരു ഇഷ്കാലാക്കപ്പെടും. എവിടെ ഇഷ്കാൽ? ഇവിടെ പറഞ്ഞല്ലോ. അതായത് വഹദയായ രൂപത്തിൽ ഖബററിയിക്കപ്പെടാൻ പറ്റാത്ത പദം അത് അദാത്താണ് എന്ന് പറഞ്ഞല്ലോ. അവ അദാത്താണ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചൊരു ഇഷ്കാല് എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷയത്തെ എന്താണെന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് ചില ഇഷ്കാല് ചിലവരിങ്ങനെ പറയുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു ലഫ്ള് എന്ന് പറഞ്ഞാൽ ആ ലഫ്ളിനക്ക് ഖബററിയിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത്, അങ്ങനെ ഖബററിയിക്കാൻ പറ്റാതിരിക്കുക എന്നത് ലഫ്ളിന്റെ സിഫത്തായിട്ട് സിഫത്തായിട്ട് അതിനെ ഇസ്തിമാൽ ചെയ്യാം എന്നൊരു വിഷയം ഇവിടെ വരുന്നുണ്ടല്ലോ. ഒരു ലഫ്ള്, അതായത് ലഫ്ളിന്റെ സിഫത്തായിട്ട് ഖബററിയിക്കപ്പെടാൻ പറ്റാതിരിക്കുക എന്നുള്ള ഒരു വിഷയം, അതിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും ചില ആളുകളുടെ അടുക്കൽ അതൊരു ഇഷ്കാലായി കണക്കാക്കുന്നത്. ചിലവര് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ പറഞ്ഞ അദാത്തിന്റെ താരീഫിൽ ചിലത് ഖാരിജാകുന്നുണ്ട്. ഏത്? വഹദയായ രൂപത്തിൽ ഖബററിയിക്കപ്പെടാൻ പറ്റാത്തത്, അത് സത്യത്തിൽ പറഞ്ഞാല് അതുകൊണ്ട് ചില ലഫ്ളുകള്, ചില കലിമത്തുകള്, അദാത്തായ ചില കലിമത്തുകൾ തന്നെ അത് ഖാരിജാകുന്നുണ്ട്. ഇതാണ് ചില ആളുകൾ ഇഷ്കാലുന്നയിക്കുന്നത്. ഇനി അതിനെ സംബന്ധിച്ചാണ് മീർ പറയുന്നത്. ഇഷ്കലു ഹാദാ ബിമിസ്ലി അൽളമാഇദിൽ മുത്തസിലത്തി. മുത്തസിലായ ലമീറുകൾ, മുത്തസിലായ ലമീർ എന്ന് പറഞ്ഞാൽ മുത്തസിൽ മർഫൂആയ ലമീർ, മുത്തസില് മർഫൂആയ ലമീർ. മുത്തസില് മർഫൂആയ ലമീർ എന്ന് പറഞ്ഞാൽ അത് മർഫൂആയിട്ടാണല്ലോ വരിക. ഏത് കാലത്തും മുത്തസില് മർഫൂആയ ലമീർ അത് ഫായിലായിട്ടാണ് വരിക. അത് ഒരിക്കലും ഖബററിയിക്കാൻ പറ്റൂല. ഒരു കാലത്തും അത് ഖബററിയിക്കാൻ പറ്റൂല. ഏതുപോലെക്കൽ അലിഫ് പോലെ, തസ്നിയാന്റെ അലിഫ് എവിടെ? ഫീ ലറബ എന്നുള്ളതിലല്ല. അതുപോലെ വൽ വാവി ഫീ ലറബു, വാവി എന്നുള്ളിടത്തുള്ളതായ ലറബു എന്നുള്ളിടത്തുള്ള വാവ് പോലെ, അതും ഈ ഗണത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഒരു കാഫ് പോലെ, ആ കാഫ് എന്തിനൊക്കെ ഉദാഹരണമാണ്? മുത്തസിൽ മൻസൂബായ ലമീറിന് ഉദാഹരണമാണ്. മുത്തസിൽ മൻസൂബുണ്ട്, മുത്തസിൽ മജ്റൂറുണ്ട്. ഇത് മുത്തസിൽ മൻസൂബായ പേരിന്റെ ഉദാഹരണം, ലമീറിന്റെ. മുത്തസിൽ മൻസൂബായ ലമീർ എന്ന് പറഞ്ഞാല് അത് ഫളിലയാണ്. കാരണം ഫളിലയാണല്ലോ, അത് ഫളിലയാണ്. അതോടുകൂടി അതും ഖബർ അറിയിക്കാൻ പറ്റാത്ത സാധ്യത. ഫീല് കൊണ്ട് മൻസൂബായ ലമീർ അല്ലെങ്കിൽ മജ്റൂറായ ലമീർ രണ്ടുപേരും മനസ്സിലായി, അതൊക്കെ ഫളിലയായിട്ടാണ് നമ്മൾ ഇത്തിബാർ ചെയ്യാറുള്ളത്. ഏതായാലും ശരി, അപ്പം ഈ ലറബക്കയിലുള്ളതായ കാഫ് പോലെ
പിന്നെ വൽയായി ഫി ഗുലാമി, ഗുലാമി എന്നുള്ള തരത്തിലുള്ള യാൾ അത് മുത്തസില് മജറൂറായ ദമീറിന് ഉദാഹരണമാണ്. ഫി ഗുലാമി എന്നുള്ള അർത്ഥം. എന്നിട്ട് പറയാണെന്ത് ഫൈന ശൈഅൻ മിനൻ ആദിഹിൽ ലമായിരി, ഈ പറയപ്പെട്ട ഒരു ദമീറും മുത്തസിൽ മൻസൂബായാലും മർഫൂആയാലും മജറൂറായാലും ഏതു ദമീറായാലും തന്നെ ലാ യസ്ലുഹ്, അത് പറ്റൂല. ലിഅൻ യുഖ്ബറ ബിഹി, അതുകൊണ്ട് ഖബററിയിക്കപ്പെടാൻ പറ്റൂല. വഹദ, ശരിയാണ്, ഒറ്റക്ക് ഖബററിയിക്കപ്പെടാൻ പറ്റൂല. ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഖബററിയിക്കപ്പെടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇത് മുത്തസിൽ മർഫൂആയ ദമീർ. മനസ്സിലായ? മുത്തസിൽ മർഫൂആയ ദമീർ ഒരിക്കലും സ്വന്തം എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഖബററിയിക്കപ്പെടാൻ പറ്റൂല. അപ്പൊ ഈ ഖബററിയിക്കപ്പെടാൻ പറ്റാത്ത ആ ദമീർ ഇത് അദാത്താണെന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ അദാത്ത് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആളെ പറഞ്ഞത്, സ്വന്തം ഖബററിയിക്കപ്പെടാൻ പറ്റാത്തതിനേക്കാണ് അദാത്ത് എന്ന് പറയാം. മനസ്സിലായ? പക്ഷെ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് മനസ്സിലായില്ലേ, നമ്മൾ പറഞ്ഞതായ ഈ പിന്നെ കാഫായാലും അതുപോലെ തന്നെ ഈ ഇതായാലും ഇതൊന്നും സത്യത്തില് ഏതിൽ ഉൾപ്പെടുത്താൻ കഴിയൂല. അതായത് പിന്നെ ഈ പറയപ്പെട്ടതായ നമ്മൾ പറഞ്ഞ ഈ അദാത്തിന്റെ ഈ തരീഫില് ഉൾപ്പെടുത്താൻ കഴിയും. ഞാൻ വിശദീകരിക്കാം, നോക്കാം. നമ്മൾ റുബ്ബമായി യുജാബു അൻഹു, ചിലപ്പോൾ അതിനെ തൊട്ട് മറുപടി പറയപ്പെടും. ബി അന്നൽ മുറാദ, തീർച്ചയായിട്ടും ഉദ്ദേശം അദമു സ്വലാഹിയത്തിൽ അദാത്തി, അദാത്ത് പറ്റാതിരിക്കലാണ്. ബി അൻ യുഖ്ബറ ബിഹ, മനസ്സിലായില്ലേ? അതായത് ബി അന്നൽ മുറാദ, തീർച്ചയായിട്ടും ഉദ്ദേശം മിൻ അദമി സ്വലാഹിയത്തിൽ അദാത്തി ബി അൻ യുഖ്ബറ ബിഹ വഹദ, ഒറ്റക്ക് ഖബർ അറിയിക്കപ്പെടാൻ അദാത്ത് പറ്റൂല എന്ന് പറഞ്ഞല്ല. ആ പറ്റൂല എന്ന് പറഞ്ഞതിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താണ്? അന്നഹ, തീർച്ചയായിട്ടും ഈ പറയപ്പെട്ടവകൾ, അന്നഹ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ടതായ നമ്മൾ ദമീറൊക്കെ ഉണ്ടല്ലോ, ഈ ദമീറൊക്കെ പോലത്തെ ലഫ്ദുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ലാ തസ്ലുഹു, അത് പറ്റൂല. എങ്ങനെ? ലിദാലിക, ഈ ഖബർ അറിയിക്കാൻ പറ്റൂല. ലാബി നഫ്സിഹ, എന്നിങ്ങനെ അതിന്റെ നഫ്സ് കൊണ്ട് ഖബർ അറിയിക്കാൻ പറ്റൂല. വല ബിമാ യുറാദിഫുഹ, അതിനോട് പര്യായമായി വരുന്ന ഒന്നുകൊണ്ടും പറ്റൂല. പിന്നെയോ അതോടുകൂടെ വത്തിൽക്കൽ നമായിറു, ഏത് ശരി ഈ പറയപ്പെട്ട ദമീറുകളൊക്കെ തന്നെ തസ്ലുഹു, അത് പറ്റും. എന്തുകൊണ്ട് പറ്റും? യുഖ്ബറ, ഖബററിയിക്കപ്പെടാൻ പറ്റും. ഖബററിയിക്കപ്പെടാൻ പറ്റും. ഏതുകൊണ്ട് ഖബററിയിക്കപ്പെടാൻ പറ്റും? ബിമാ യുറാദിഫുഹ, അതിനോട് പര്യായമായി വരുന്നതായ ഒന്നുകൊണ്ട്. അതിനോട് പര്യായമായി വരുന്നതായ ഒന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഖബർ അറിയിക്കപ്പെടാൻ പറ്റും. അപ്പൊ എന്ന് വെച്ചാൽ വിഷയം, അതായത് പിന്നെ മുത്തസിൽ മർഫൂആയി അദാത്ത് എന്ന് പറഞ്ഞാല് ഖബർ അറിയിക്കപ്പെടാൻ പറ്റാതിരിക്കുക എന്നാണ്. അപ്പോ ഈ നമ്മൾ പറഞ്ഞ ഈ മുത്തസിൽ മർഫൂആയ ദമീറായാലും മൻസൂബായ ദമീറായാലും മജ്റൂറായ ദമീറായാലും ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ അത് ഖബർ അറിയിക്കാൻ പറ്റും. ഏതുകൊണ്ട് ഖബർ അറിയിക്കാൻ പറ്റും? അതിനോട് മുറാദിഫായ ഒന്നുകൊണ്ട് ഖബർ അറിയിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മുറാദിഫായ ഒന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഖബർ അറിയിക്കാൻ പറ്റും. അതിനോട് പര്യായമായി വരുന്ന ഒന്നുകൊണ്ട്. അപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഫൈനൽ അലിഫ ഫീ വറബ, നമ്മൾ ലറബ എന്ന് പറയുമ്പോൾ അതിൽ അലിഫുണ്ടല്ലോ, മർഫൂആയ അലിഫ്.
ബിമഅന ഹുമ, അത് ഹുമന്റെ മഅനാക്കാണ്. അതുപോലെ വൽ വാവ ഫീ ലറബു, ഈ ലറബു എന്നുള്ളിടത്തുള്ളതായ വാവ് അത് ബിമഅന ഹും എന്ന മഅനാക്കാണ്. വൽ കാഫ ഫീ ലറബക, ലറബക്കയിലുള്ളതായ കാഫ് ബിമഅന അൻത, അൻതയുടെ മഅനാക്കാണ്. വൽ യാ ഫീ ഗുലാമി, ഗുലാമി എന്ന് പറഞ്ഞിടത്തുള്ളതായ യാവോ ബിമഅന അന, അത് അനയുടെ മഅനാക്കാണ്. എങ്കിൽ വഹാദിഹിൽ മുറാദിഫാത്തു, ഈ പറയപ്പെട്ടതായ മുറാദിഫായ ഈ പറയപ്പെട്ട മഅനകളൊക്കെ തസ്ലുഹു, അവകളൊക്കെ പറ്റും ലിഅൻ യുഖ്ബറ ബിഹാ വഹ്ദ, അത് ഒറ്റക്ക് ഖബർ അറിയിക്കാൻ പറ്റും. അത് മനസ്സിലായില്ലേ? അപ്പൊ എന്ന് വെച്ചാൽ അപ്പം ഈ പറയപ്പെട്ട ദമീറുകളായാലും മുത്തസിൽ മർഫുവായ ദമീറായാലും മുൻഫസിൽ മർഫുവായ ദമീറായാലും പിന്നെ അതുപോലെ തന്നെ മുത്തസിൽ മജ്റൂറായ ദമീറായാലും ഇതൊക്കെ സത്യത്തിൽ അദാത്താണ്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ പിന്നെ മുറാദിഫ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഖബററിയിക്കപ്പെടാൻ പറ്റും. ഖബററിയിക്കാൻ എന്ത് ചെയ്യും പറ്റും? മുറാദിഫ് കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം? ഖബററിയിക്കാൻ പറ്റും. ഒരു മനസ്സിലായ? മുറാദിഫ് കൊണ്ട് ഖബററിയിക്കാന് അതിനോട് പര്യായമായി വരുന്ന ഒന്നുകൊണ്ട് അത് ഖബററിയിക്കാൻ പറ്റും. അദാത്താവണമെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഖബററിയിക്കാൻ പറ്റാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ സത്യത്തില് ഈ പറയപ്പെട്ട മുത്തസിൽ മർഫുവായ ദമീറുകളെ മജ്റൂറായ ദമീറായാലും മുമ്പ് പിന്നെ മുത്തസിൽ മൻസൂബായ ദമീറുകളായാലും അവ രണ്ടിനെയും ആ പറയപ്പെട്ട 3 ദമീറുകളെയും 2 രൂപത്തിൽ അതിന് ഇത്തിബാർ ചെയ്യാം. മുറാദിഫിന്റെ രൂപത്തിലും അതിനെ ഇത്തിബാർ ചെയ്യാം, നഫ്സിന്റെ രൂപത്തിലൂടെയും എന്ത് ചെയ്യാം? ഇത്തിബാർ ചെയ്യാം. മനസ്സിലായില്ല? നഫ്സിന്റെ രൂപത്തിലൂടെയും ഇത്തിബാർ ചെയ്യാം, മുറാദിഫിന്റെ രൂപത്തിലൂടെയും എന്ത് ചെയ്യാം? ഇത്തിബാർ ചെയ്യാൻ കഴിയും. നഫ്സിന്റെ രൂപത്തിലൂടെ പറഞ്ഞാൽ അത് ഖബർ അറിയിക്കാൻ പറ്റില്ല. മുറാദിഫിന്റെ രൂപത്തിലൂടെ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഖബർ അറിയിക്കാൻ പറ്റും. അപ്പൊ 2 ജിഹത്ത് ഏതിനൊക്കെയുണ്ട്? ഈ പറയപ്പെട്ടതായ ദമീറുകൾക്കുണ്ട്. അപ്പൊ മുസന്നി പറഞ്ഞ എന്താണ്? ഖബർ അറിയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞല്ല. അപ്പൊ അതിന് ഇനി എന്ത് ചെയ്യണം? ആ അടിസ്ഥാനത്തിൽ വെക്കുമ്പോൾ ഏത് ഖാരിജാവും ഇവിടെ? നമ്മൾ പറയപ്പെട്ടതായ പിന്നെ മുത്തസിൽ മർഫുവായ ദമീർ പോലുള്ള ഈ ദമീറുകളൊക്കെ ഈ അദാത്തിന്റെ ഗണത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഖാരിജാവും. അപ്പൊ ഇനി അതിനെന്ത് ചെയ്യണം? അതിൽ ഉൾപ്പെടുത്തണം. ഇനി അതിന് തൗജീഹ് പറയണം. ആ തൗജീഹ് അപ്പൊ ഈ പറഞ്ഞത് ഇനി കൂടുതൽ വിശദീകരണം വരുന്നുണ്ട്. എന്നാ ജൈസ ലഫ്ളത്തു ഫീ എന്നുള്ളതായ ലഫ്ള് അല്ല മുറാദിഫത്തൻ ലിൽ ളർഫിയ്യത്ത്, അത് ളർഫിയ്യത്തിനിക്ക് മുറാദിഫല്ല. ളർഫിയ്യത്തിനിക്ക് എന്തല്ല? മുറാദിഫായിട്ട് വരൂല. മനസ്സിലായില്ലേ? അങ്ങനെ ആവുമ്പോഴല്ലേ ഹത്താ എരിത അപ്പോൾ ഇത്തിറാദ് വരിക. എന്നിങ്ങനെ അന്നഹ തെക്കൂനു അദാത്തന്നയില്ല, അതും എന്താവും? അദാത്താവും എന്നുള്ളതായ സംശയം വരിക. അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് ഈ ഫീ എന്നുള്ളതായ ലഫ്ള് ളർഫിയ്യത്തിനോട് മുറാദിഫായിട്ട് വരുന്നതല്ലത്. ഫീ എന്ന് പറഞ്ഞ ലഫ്ള് ഒരിക്കലും ളർഫിയ്യത്തിനോട് മുറാദിഫായി വരുന്നതല്ല. അങ്ങനെ മുറാദിഫായി വരുമ്പോഴാണ് അവിടെ എന്ത് ഇത്തിറാദ് വരിക? അത് അദാത്താവും എന്നുള്ള സംശയം അവിടെ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. എങ്കിൽ താരിക്ക് എന്താണ് ആ പറഞ്ഞത്? ഈ അന്ന ലഫ്ളത്തുൽ ളർഫിയ്യത്ത്, ഈ അന്ന ലഫ്ളത്തുൽ ളർഫിയ്യത്ത്, ഈ ളർഫിയ്യത്ത് എന്ന് പറഞ്ഞതായ ലഫ്ള് നമ്മൾ ളർഫിയ്യത്തിനിക്ക് മുറാദിഫായി വരിക എന്ന് പറഞ്ഞില്ലേ? എന്നാൽ ആ ളർഫിയ്യത്തിനിക്ക് പിന്നെ അപ്പൊ ളർഫിയ്യത്തിന്റെ ലഫ്ള് മഅനാഹ, അതിന്റെ മഅനയാകുന്നത് മുത്ലഖുൽ ളർഫിയ്യത്ത്. ളർഫിയ്യത്തിന് കൈദില്ല. ഏത്
രൂപത്തിനെയും അതിന് ഇസ്തേമാൽ ചെയ്യാന്ന് കൈവില്ലാത്ത രൂപത്തിൽ. ലഫ്ളത്തു ഫീ ഫീയുടെ ലഫ്ള് എന്ന് പറയുന്നത് അത് ഫീ മഅനാഹ, മനസ്സിലായില്ലേ? അത് ആ ലഫ്ള് ലഫ്ളത്തു ഫീ ഫീ എന്നതിന്റെ ലഫ്ള് ഫീ എന്നുള്ള ലഫ്ളാകുന്നത് മഅനാഹ ലർഫിയത്തും മഖ്സൂസത്തും, അത് മഖ്സൂസത്തായ ലർഫിയത്താണ്. നമ്മൾ പറഞ്ഞില്ലേ സെയ്ദും ഫിദ്ദാരി എന്ന് പറഞ്ഞപ്പോ അവിടെ സെയ്ദുൻ ഹാസിലും ഫിദ്ദാരി എന്നിട്ട് ഹാസിലിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അതാ നമ്മൾ പറഞ്ഞ മഅനാഹ ലർഫിയത്തും മഖ്സൂസത്ത്. ഒരു മഖ്സൂസത്തായ എന്താണ്? ലർഫിയത്താണ്. മഖ്സൂസത്തായ ലർഫിയത്താണ്. എങ്ങനത്തെ മഖ്സൂസത്തായ ലർഫിയത്ത്? മുഅ്തബറത്തുൻ, അത് ഇഅ്തിബാർ ചെയ്യപ്പെടുന്നതാണ്. ബൈന ഉസൂലി സെയ്ദിൻ വ ബൈന ദാരി, ഉസൂല് സെയ്ദിന്റെയും ദാരിന്റെയും ഇടയിൽ ഇഅ്തിബാർ ചെയ്യപ്പെടുമ്പോൾ സെയ്ദും ഫിദ്ദാരി എന്ന് പറയുമ്പോ ആ ദാരിന്റെയും സെയ്ദിന്റെ ഉസൂലിന്റെ ഇടയിൽ ഇഅ്തിബാർ ചെയ്യപ്പെടുന്നതാണല്ലോ. എങ്കിൽ വഹാദിഹിൽ ലർഫിയത്ത്, എന്നാൽ ഈ പറയപ്പെട്ടതായ ലർഫിയത്ത് എങ്ങനത്തെ ലർഫിയത്താണ്? അത് മഖ്സൂസത്ത്, പ്രത്യേകമാക്കപ്പെട്ടതായ ലർഫിയത്ത്. എങ്ങനത്തെ മഖ്സൂസത്തായ ലർഫിയത്ത്? അത് മുഅ്തബറത്തു, പരിഗണിക്കപ്പെടുന്നതായ. അലാ ഹാദിൽ വജ്ഹ്, ഇതേ രൂപത്തിലൂടെ ഇഅ്തിബാർ ചെയ്യപ്പെടുന്ന ഇത് മഖ്സൂസത്തായ ലർഫിയത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ഇഅ്തിബാർ ചെയ്യുന്ന ലർഫിയത്ത് ലാ തസ്ലുഹു അയ്യോ യുഖ്ബറ ബിഹ, അതുകൊണ്ട് ഖബറടിക്കപ്പെടാൻ പറ്റൂല. ഔ അൻഹ, അതിനെ തൊട്ടും എന്ത് ചെയ്യാൻ പറ്റൂല? ഖബറടിക്കപ്പെടാൻ പറ്റൂല. അപ്പൊ അവിടെ എന്ത് വന്നു? ഈ പറഞ്ഞ ഫീയെ നമുക്ക് ഈ അടിസ്ഥാനത്തിൽ ഏതിൽ പെടുത്താം? അതാത്തിൽ പെടുത്താം. ഈ കിതാബിമാന ലർഫിയത്തിൽ മുത്ലഖ്, മുത്ലഖത്തായ ലർഫിയത്തിന് എതിരായിട്ട്, മുത്ലഖായ ലർഫിയത്തിനക്ക് എതിരായിട്ട്. കാരണം എന്താ? ഫൈനൗ അബീ ഫീ എന്നുള്ള ലഫ്ള് സ്വാദിഹുൻ ലഹുമ, ഇവ രണ്ടിനും പറ്റും. രണ്ടിനാല് ഒന്ന് മുത്ലഖായ ലർഫിയത്തിനും പറ്റും, അതുപോലെ തന്നെ മഖ്സൂസത്തായ ലർഫിയത്തിനും എന്ത് ചെയ്യും? പറ്റും. ഏത്? നമ്മൾ പിന്നെ ഫീനെ പറ്റി പറഞ്ഞില്ലേ? ഫീയെ പറ്റി പറഞ്ഞല്ലോ. ആ ഫീയെ പറ്റി പറഞ്ഞതുപോലെ ഇവിടെയും എന്ത് ചെയ്യാം? അങ്ങനെ പറയാൻ പറ്റും. ലഫ്ളത്തിൽ ഇബ്തിദായി അതെ നീ ഖിയാസാക്കിക്കോ. അലാദാലിക്ക, ഇതിന്റെ മേല് മഅന ലഫ്ളത്തി മിന്ന് എന്ന ലഫ്ളിന്റെ മഅനയെ, മിന്ന് എന്ന് പറഞ്ഞ ലഫ്ളിന്റെ മഅന, മിന്ന് എന്ന് പറഞ്ഞ ലഫ്ളിന്റെ മഅന ഏതാണ്? ഇബ്തിദാവ് ആണ്. ഈ ഇബ്തിദാവും ഏതാണ്? മുത്ലഖാണ്. അതുകൊണ്ട് ഖബർ അറിയിക്കാൻ പറ്റും, അതിനെ തൊട്ടും ഖബർ അറിയിക്കാൻ പറ്റും. ഏത്? ഇബ്തിദായാണ്. ഇനി വേറൊന്നുണ്ട്, എന്ത്? അത് പിന്നെ മഖ്സൂസത്തായ രൂപത്തിൽ, പറ്റാത്ത രൂപത്തിൽ മഖ്സൂസത്തായ ഒരു ഇബ്തിദാവ് വരും. മഖ്സൂസായ ഇബ്തിദാവ് ആണെങ്കിൽ അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? ഖബർ അറിയിക്കാൻ പറ്റൂല. മനസ്സിലായില്ല? അതാണ് മിന്നിന്റെ ലഫ്ളും മിന്നിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. വമഅന ലഫ്ളുൽ ഇബ്തിദായി, ഇബ്തിദായിന്റെ പിന്നെ ലഫ്ളിന്റെ മഅനയെ ഇനി ഖിയാസാക്കിക്കോ. എങ്കിൽ വലൂക്കീല, ഇനി പറയപ്പെട്ടാൽ ഇറാദത്തു മാ ലാ യസ്ലുഹു, ഇറാദത്തു മാ ഒന്നിനെ ഉദ്ദേശിക്കും, ലാ യസ്ലുഹു അത് പറ്റൂല, യുഖ്ബറ ബിഹ അതുകൊണ്ട് ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല, യുഖ്ബറ അൻഹ അതിനെ തൊട്ടും എന്ത് ചെയ്യാൻ പറ്റൂല? ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല. അങ്ങനെയാണോ ഈ മാന വെക്കുന്നതെങ്കിൽ മനസ്സിലായില്ല? ഇവിടെ സാരി പറഞ്ഞില്ലേ ലാ യസ്ലുഹു ലിഅൻ യുഖ്ബറ ബിഹി എന്ന് പറഞ്ഞല്ലോ. ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? ആ ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞത് കൊണ്ട് അതുകൊണ്ടും ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല, അതിനെ തൊട്ടും എന്ത് ചെയ്യാൻ പറ്റൂല? ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല. അങ്ങനെ പറയുകയാണെങ്കിൽ ലം യരിദുൽ ലമായിറു, അപ്പൊ ലമീർ എന്താവൂല?
ഒരിക്കലും പിന്നെ അതായത് ഈ ലമീർ അവിടെ ഇത്തിറാദായിട്ട് വരില്ല. അല്ലത്തി അങ്ങനെ ഇതിന് ലമീറുകളാണ് വക്കാലത്ത് മുഖബറൻ അൻഹാ, അതിനെ തൊട്ട് ഖബററിയിക്കാൻ പറ്റും. മൻസൂബായ ലമീറായാലും മർഫൂആയ ലമീറായാലും മജ്റൂറായ ലമീറായാലും അതിനെ തൊട്ടും ചെയ്യാൻ പറ്റും, ഖബററിയിക്കാൻ പറ്റും. മനസ്സിലായ? അപ്പൊ അങ്ങനെ വെച്ചാൽ മതി, അപ്പൊ പ്രശ്നം വരില്ല. ഏതുപോലെ കൽ അലിഫി വൽ വാവി വത്തായി ദറബ്തു എന്നുള്ളത് പോലെ. പക്ഷെ കാര്യം അങ്ങനൊക്കെയാണെങ്കിലും നഅം എങ്കിലും ഇവിടെ ഒരു ഇഷ്കാലുണ്ട്. ഞാൻ എങ്കിലും യഹ്താജു ഇവിടെ ആവശ്യമാകും. മനസ്സിലായില്ല? എങ്കിലും ഇവിടെ ആവശ്യമാകും. എവിടെ? ഈ വറബക്ക എന്നുള്ളിടത്തും ഗുലാമി എന്നുള്ളിടത്തും ഇത് തെഹ്വീൽ മദ്കൂറായ തെഹ്വീൽ ഇവിടെ എന്താണ് ആവശ്യം. അപ്പൊ ആ മദ്കൂറായ തെഹ്വീലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് രൂപത്തിൽ അതിന് ഇസ്തിമാൽ ചെയ്യാൻ കഴിയും. പക്ഷെ കാര്യം അങ്ങനൊക്കെ ആണെങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇത് വെച്ച് സത്യത്തിൽ ചർച്ചനല്ല എന്നൊക്കെ തോന്നുന്നു. ഇത് ചർച്ചനല്ല, ഇതിലിപ്പോ ഒരു പ്രത്യേക ഒരു ഫായിദ വരുന്ന കാരണമില്ല. ഇതിപ്പോ എന്താ ഇപ്പൊ മുത്തലക്കും മുക്കയ്യതും പറഞ്ഞിട്ട് പിന്നെ തെഹ്വീല് പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് സലാമത്താവല. അപ്പൊ മീറാറിന്റെ ഈ ഇവിടുത്തെ കാഴ്ചപ്പാട് സത്യത്തിൽ ഇതിപ്പോ സത്യത്തിൽ പറഞ്ഞാല് ഈ ഷാരിന്റെ ലഫ്ലിനെ നിരൂപണം നടത്തലാണല്ലോ മീറിന്റെ. ഇത് സത്യം നിരൂപനായിട്ട് മാറുന്നില്ല അവിടെ. മനസ്സിലായ? പിന്നെ വൈദ്യം നോക്കുമ്പോൾ അതായത് ദേവീലും മതുക്കൂരി ഇനി വലോക്കീത ഇനി പറയപ്പെടുകയാണെങ്കിൽ, ഇനി വേറെ വിഷയമായിട്ടാ പറയുന്നത്. വലോക്കീത പറയപ്പെട്ടാൽ ആ ലഫ്ലുൽ മുഫറദും ഒരു മുഫറദായ ലഫ്ല് ഇമ്മ അല്ല യസുലുഹ മാന ഒരു പക്ഷെ അതിന്റെ മാന പറയാൻ പറ്റില്ല. ഞാൻ യുഖബറ ബി അതുകൊണ്ട് ഖബർ അറിയിക്കപ്പെടാൻ പറ്റില്ല. വ അൻഹു അതിന് തൊട്ടും ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല. വഹ്ദ അങ്ങനെ വന്നാൽ പോഹുവല്ലാതാത്തു അപ്പൊ അതാത്ത മനസ്സിലായില്ലേ? അതായത് അതുകൊണ്ട് ഖബർ അറിയിക്കപ്പെടാനും പറ്റൂല, അതിനെ തൊട്ട് ഖബർ അറിയിക്കപ്പെടാനും എന്താണ് പറ്റൂല. അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, എന്താക്ക നമ്മളിപ്പോ ഈ പറയപ്പെട്ട മുഫ്രദായ ലഫ്ലിനെ സംബന്ധിച്ച് അദാത്ത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മുത്തസിലായ ദമീറായാലും മുത്തസിൽ മർഫൂആയ ദമീറായാലും മുൻഫസിൽ മർഫൂആയ ദമീറായാലും പിന്നെ മർഫൂആയ ദമീറായാലും ഈ ഏത് ദമീറായാലും മിന്നായാലും ഫീ ആയാലും അവിടെ ഇഷ്കാലം അവിടെ വരില്ല. അത് അദാത്ത് തന്നെയാണ്. അപരം ഞാറ്റജി അപ്പൊ അവിടെ ആവശ്യം വരുന്നില്ല. ഇല്ല തെഹ്വീലിലേക്ക് ആവശ്യമില്ല. തെഹ്വീൽ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ഷാരി പറഞ്ഞതാണ് അദാത്തിന്റെ താരീഫ് എന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ടും ഖബർ അറിയിക്കപ്പെടാൻ പറ്റൂല, അതിനെ തൊട്ടും എന്ത് ചെയ്യാൻ പറ്റൂല. അപലം യാത്തരീലാ തെഹ്വീലിൻ. അപ്പൊ ഞവിടെ ഈ പറയപ്പെട്ട ഖബറിനെ ദമീറിനെ ഉൾപ്പെടുത്താൻ വേണ്ടി ഇനി തെഹ്വീലിന്റെ ആവശ്യം അവിടെ ഇല്ല. മനസ്സിലായില്ലേ? കാരണം എന്താ? വൈനൽ മുത്തസിലത്തിൽ മദ്കൂറ ഈ പറയപ്പെട്ട മുത്തസിൽ മർഫൂആയ ദമീറുകൾ അത് മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. യസ്ലുഹു മാനാവു അതിനെ മായന പറ്റും. എന്തിനക്ക്? ഞാൻ യുഖ്ബറ ബിഹി വഹ്ദ ഖബർ അറിയിക്കപ്പെടാൻ പറ്റും. അതിന്റെ മായന നോക്കുകയാണെങ്കിൽ ഖബർ അറിയിക്കപ്പെടാൻ പറ്റും. സത്യത്തിൽ വൈല യസ്ലു നഫ്സുഹാലിൽ ഇഖ്ബാരിയത്തി നഫ്സിലേക്ക് നോക്കുമ്പോൾ അത് ഖബർ അറിയിക്കാൻ പറ്റൂല. അപ്പൊ രണ്ട് തരീക്കാ ഉള്ളത്, രണ്ട് ജിയത്താ ഉള്ളത്. അപ്പൊ രണ്ട് ജിയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വിഷയം വരില്ല. എന്നാൽ പല ദഹല ഇഖ്ബാരിയത്തി എന്ന് പറഞ്ഞല്ല, അതേപോലെ
നമ്മൾ സെയ്ദും ഫിദ്ദാരി എന്ന് പറഞ്ഞാലത്ത് പറഞ്ഞില്ല. സെയ്ദും ഫിദ്ദാരി, ആ സെയ്ദും ഫിദ്ദാരി എന്ന് പറഞ്ഞാലത്ത് നമ്മൾ പറഞ്ഞല്ലോ. എവിടെ പറഞ്ഞില്ല? സെയ്ദും ഫിദ്ദാരി എന്ന് പറഞ്ഞാൽ അവിടെ ഖബർ അറിയിക്കപ്പെടുന്നത് ഏതാണ്? ഹസല, ഹാസില്. അതോടുകൂടെ അവിടെ ഖബർ അറിയിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും ചാൻസ് ഇല്ല, ഈക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞില്ല. അതാണ് അവിടെ ചർച്ച എന്ന് പറയാം. അപ്പോഴും ഞാൻ പറയുന്നു, കീഴാലി ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് ചെറിയൊരു കീഴിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് കീഴിക്കപ്പെട്ടത്? ലൈസൽ മഖ്സൂദു മിൻ സെയ്ദിൻ ഫിദ്ദാരി. സെയ്ദുൻ ഫിദ്ദാരി എന്ന് പറയുമ്പോൾ സെയ്ദുൻ ഫിദ്ദാരി എന്ന് നമ്മൾ പറഞ്ഞാല് ആ സെയ്ദുൻ ഫിദ്ദാരി എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അല്ല. എന്തല്ല? അൽ യുഖ്ബറ അൻഹു ബിൽ ഹുസൂലി മുത്ലഖ്. മുത്ലഖായ രൂപത്തിലുള്ള ഹുസൂല് കൊണ്ട് ഖബർ അറിയിക്കലല്ല. എന്തായാലേ മുത്ലഖായ രൂപത്തിലുള്ള ഹുസൂല് കൊണ്ട് എന്താണ് ഖബർ അറിയിക്കല്ല. അപ്പൊ സെയ്ദുൻ ഫിദ്ദാരി എന്ന് പറഞ്ഞാലത്ത് പിന്നെ എങ്ങനെയാണ്? ബലിൽ ബിൽ ഹുസൂലി ഫിദ്ദാരി. എന്തായില്ല? ഇപ്പൊ സെയ്ദ് ഫിദ്ദാരി, സെയ്ദ് വീട്ടിലാന്ന് പറഞ്ഞാൽ മുത്ലഖൻ പിന്നെ മുത്ലഖൻ വീട്ടിലാണ്, മുത്ലഖൻ വീട്ടില് അവനാണ്, ആ വീട്ടിലാണ് എന്നതുകൊണ്ട് ഖബർ അറിയിക്കാനല്ല. പിന്നെ വീട്ടിൽ ഹാസിലാണ് എന്നതുകൊണ്ടാണ് ഖബർ അറിയിക്കുന്നത്. ഐ ബിൽ ഹുസൂലി ഫിദ്ദാരി. അല്ല, ദാറിൽ ഹാസിലാവുക എന്നതുകൊണ്ടാണ് ഖബർ അറിയിക്കുന്നത്. ദാറിൽ ഹാസിലാകുക എന്നതുകൊണ്ടാണ് ഖബർ അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഈ ഫിദ്ദാരിക്കാർ ചാൻസ് ഉണ്ട്. പറഞ്ഞാണ്ട നേരത്തെ ഷാരി പറഞ്ഞ അങ്ങനല്ല. ഷാരി പറഞ്ഞ എന്താണ്? ഈ ഫീക്ക് യാതൊരു ചാൻസും ഇല്ല എന്നാ. അതായത് അവളെ സെയ്ദുൻ ഫിദ്ദാരി എന്ന് പറഞ്ഞിടത്ത് ഫീ എന്നുള്ളത് ഇഖ്ബാറിന്റെ വിഷയത്തില് ഒരു ചാൻസും അവിടെ ഇല്ല. അവിടെ യഥാർത്ഥത്തിൽ ഖബർ അറിയിക്കപ്പെടുന്നത് ഹസല കൊണ്ടും ഹാസില് കൊണ്ടും കാല കൊണ്ടും കായിന് കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞില്ലേ? മനസ്സിലായ? അങ്ങനെയാണ് ഇവിടെ ചാൻസ് ഇല്ലാന്ന് അതിനെ കണ്ണിക്കാണ്. അല്ലത് മീറിന്റെ നല്ല പോയല്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ പോയല്ല. കണ്ട? അപ്പൊ മുഖബർ ബീന്റെ ജുസായിട്ട് ഏത് വന്നു ഇവിടെ ഫി എന്നുള്ള ലഫ്ദ് വന്നു. അത്യാവശ്യമാണ്. ഫിൽ മായനയിലേക്ക് നോക്കുകയാണെങ്കിൽ മുഖബർ ബിയിൽപ്പെട്ട ജുസ് ആയിട്ട് ഫീ വരൽ എന്താണ് ഇവിടെ അത്യാവശ്യം. അങ്ങനെ ആവുമ്പോഴല്ലേ ഏത് അൽ ഹുസൂൽ ഫിദ്ദാരി എന്നുള്ള മാന കിട്ടുള്ളൂ. അൽ ഹുസൂൽ ഫിദ്ദാരി എന്നുള്ള മാന കിട്ടണമെങ്കിൽ അങ്ങനെ പറയണല്ലോ. ഏതുപോലെ കമ അന്ന ലാ, തീർച്ചയായിട്ടും ലാ. ഈ സെയ്ദുൻ ലാ ഹജറുൻ, സെയ്ദാകുന്നത് ലാ ഹജറാണ്. അവിടെ ലാക്ക് ചാൻസ് ഉണ്ട്. അവിടെ ലാക്ക് ചാൻസ് ഉണ്ട് ഇഖ്ബാറിന്റെ വിഷയത്തില്. അതേപോലെ തന്നെയാണ് ഫീക്കും ചാൻസ് ഉണ്ട് എന്ന്. ഇത് നല്ലൊരു അഭിപ്രായം തന്നെയാണ്, ചിന്തിക്കേണ്ട അഭിപ്രായം തന്നെയാണ്. അതൊക്കെ അന്നല്ല ഫീ സെയ്ദ അന്നല്ല സെയ്ദുൻ ലാ ഹജറുൻ ജുസുൻ. അവന്റെ പറഞ്ഞപ്പോ ലായാകുന്നത് അത് ജുസും പിന്നെ അജ്സാഇൽ മുഖ്ബരി ബിഹി. അപ്പൊ വ്യത്യാസമില്ല. അവൻ ലായിന്റെയും ഫീയുടെയും ഇടയിൽ വർക്ക് വരുന്നില്ല. ഹാദാ കലാമുൻ ഹഖ്ഖുൻ. നല്ല കഥ. നീറേലും വെറുതെ വിടുന്നില്ല. ഹാദാ കലാമുൻ ഹഖ്ഖുൻ. ഇതാണ് കലാം, ഹഖായ കലാമാണ് ഇത്. അപ്പൊ ഇനി വേറെ ചോദ്യം വരും. അപ്പൊ അങ്ങനെ ആവുമ്പോ ഷാരി തീരെ വിവരമില്ലാത്ത ആള് ഷാരീനെ മോശക്കാരനാക്കുക എന്നുള്ളത് വരുമല്ലോ. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാണ്? ഒരു തൗജീഹ്, ഷാരീന്റെ ദഅവക്കൊരു തൗജീഹ് ആര് കൊണ്ടുവരികയാണ്? നമ്മളെ മീർ കൊണ്ടുവരിക. എന്താ തൗജീഹ്? എന്താണ്? ലാക്കിനി ഷാരിഹ, എങ്കിലും ഷാരി നെളറ
ഷാരി നോക്കി, മനസ്സിലായില്ലേ? ഷാരി എന്ത് ചെയ്ത് നോക്കി. എങ്ങനത്തെ ഷാരി നോക്കിയത്? ഇതാ ജാനിബിൽ ലഫ്ദി, ലഫ്ദിന്റെ ജാനിബിലേക്ക് മൂപ്പ് നോക്കി. ബടപ്പം പറഞ്ഞത് എന്താണ്? മായനയിലേക്ക് നോക്കിയിട്ടാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷാരി നോക്കി എങ്ങനെയാണ്? ലഫ്ദിന്റെ ഭാഗത്തേക്കാണ്. അപ്പൊ ലഫ്ദിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പം ചെയ്ത് ഇപ്പൊ വജദ റഫ, അപ്പൊ റഫിനെ അവിടെ എത്തിച്ചു. ആര്? ഷാരി. അല്ലതി എങ്ങനത്തെ റഫാണ്? അക്കുൽ മുഖ്ബരി ബിഹി, അത് മുഖ്ബർ ബിഹിയുടെ ഹക്ക് അതാണ്. എവിടെ ഉള്ളത്? ഇഹാദ തെർക്കീബി, ഈ തെർക്കീബിയിലുള്ളത്. മനസ്സിലായ? അല്ല, അപ്പൊ വജദ റഫ, അപ്പൊ റഫിനെ എത്തിച്ചു. അല്ലതി എങ്ങനത്തെ റഫ്? അതാണ് ഹക്കുൽ മുഖ്ബരി ബിഹി ഫി ഹാദ തെർക്കീബ്. ഈ പറയപ്പെട്ട തെർക്കീബിന് ഖബററിയിക്കപ്പെടുന്നതിന്റെ ഹക്ക് ഇവിടെ ഏതാണ്? റഫാണ്. ഏതുപോലെ ഇപ്പൊ നമ്മൾ പറയാ സെയ്ദ് ലാ ഹജറാണ്. അപ്പം സെയ്ദ് ലാ ഹജറാണ് എന്ന്, അപ്പൊ ഹജറാണ് എന്നുള്ളതിന് റഫ് ചെയ്യാം. മനസ്സിലായ? അപ്പൊ അതേപോലത്തെ റഫിനെ അവളെ എത്തിച്ചു. ഹാസിലൻ അത് കരസ്ഥമായതായിട്ട് ഈ ജുസിയിൽ ലാഹിരിൽ മുഖദ്ദരി സങ്കല്പിക്കപ്പെടുന്ന മറ്റേ ജുസിയിൽ. ഏതിന്റെ മുമ്പ്? കബല കലിമത്തി ഫി, ഫി എന്നുള്ളതായ കലിമത്തിന്റെ മുമ്പ്. അപ്പൊ ഫി എന്നുള്ള കലിമത്തിന്റെ മുമ്പ് സങ്കല്പിക്കപ്പെടുന്ന ആഖറാകുന്ന ജുസിയില് അത് ഹാസിലായിട്ട് എത്തിച്ചു. മനസ്സിലായില്ലേ? കലിമത്തി ഫി. അങ്ങനെ എന്ത് ചെയ്തു? ഫഹക്കമ, അങ്ങനെ ഷാരി ഹുക്കം ചെയ്തു. ബി അന്നൽ മുഖ്ബർ ബിഹി, തീർച്ചയായിട്ടും മുഖ്ബർ ബിഹി കത് തമ്മ കബലഹ, ഈ കലിമത്തിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? മുഖ്ബർ ബിഹി പൂർത്തിയായിരിക്കും. അതേപോലെ വജദ റഫ, റഫിനെ എത്തിച്ചു. എവിടെ? ഈ ലാ ഹജർ എന്ന് പറഞ്ഞത് അതെവിടെ എത്തിച്ചത്? ബഅദ ലാ, ലാന്റെ ശേഷം. അപ്പോഴും പഞ്ചായത്തുനാക്കി ജുസ്അമിനൽ മുഖ്ബർ ബിഹി, മുഖ്ബർ ബിഹിൽപ്പെട്ടതായ ജുസ്ആക്കിയിട്ട് എന്ത് ചെയ്ത്? അപ്പൊ അതുകൊണ്ട് അവിടെ എന്തില്ല? പ്രശ്നം വരുന്നില്ല. സത്യത്തിൽ ആ ഒരു തൗജീ ഒരു പ്രായോഗികമായ തൗജീയാണെന്ന് തോന്നുന്നില്ല. അതിപ്പോ ഒരു പുതിയ ഒരു ഭാവോദായ പറഞ്ഞാണ്. മനസ്സിലായില്ലേ? മറ്റേ വാദം ശരിയായ ആധികാരികമായ വാദമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഏത്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ബിൽ ഹുസൂലി ഫിദ്ദാരി എന്ന് പറഞ്ഞിടത്ത് ആ പറഞ്ഞ വാദം തെറ്റില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? പിന്നെപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഷാരി പറയുമ്പോ ഷാരി ഈ പറയപ്പെട്ട രണ്ട് തൗജീഹ്പ്പെട്ട ഏതെങ്കിലും രണ്ട് തൗഹീദ് ഇവിടെ പറഞ്ഞ തൗഹീദുണ്ടല്ലോ, അതിൽപ്പെട്ട ഏതെങ്കിലും തൗഹീദിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഷാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നെന്ത് ചെയ്യണം? കരുതിയാൽ മതിയല്ലോ. വജ്ജീ കലാമൽ ഖൗമി ഗൈറ മുഖത്തയിൻ എന്നുള്ള അടിസ്ഥാനത്തിൽ. അല്ലാഹു അഅലമു ബിസ്സവാബ്. അസ്സലാമു അലൈക്കും.